മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 1-ാം വാക്യം മുതൽ നാം മനസ്സിലാക്കുമ്പോൾ, ഇസഹാക്കും അബിമലേക്കും അബ്രഹത്തിൻ്റെ കാലത്തുണ്ടായതിനു പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. ഇസഹാക്ക് ഗരാറിൽ ഫിലിസ്തീൻ്റെ രാജാവായ അബിമലേക്കിൻ്റെ അടുത്തേക്ക് പോയി. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകരുത്, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക, ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. നിനക്കും നിന്റെ പിൻതലമുറക്കാർക്കും ഈ പ്രദേശമെല്ലാം ഞാൻ തരും. നിന്റെ പിതാവായ അബ്രഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും. നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. കാരണം അബ്രാഹാം എൻ്റെ സ്വരം കേൾക്കുകയും എൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു. കർത്താവായ ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മെ അയച്ചപ്പോൾ കർത്താവിൻ്റെ ഹിതം നിറവേറ്റുവാനാണ് അയച്ചതെന്നുള്ള സത്യം നാം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് എന്ത് കൽപ്പന നൽകുന്നു, കർത്താവിൻ്റെ തിരുസഭയിലൂടെ എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതും എല്ലാം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ കർത്താവിന് ബലിയർപ്പിക്കുമ്പോൾ സ്വീകാര്യമായ ബലിയാണോ നാം അർപ്പിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. കാരണം ദൈവത്തിന് ഹിതകരമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടും ദൈവത്തെ ആരാധിച്ചുകൊണ്ടും മനുഷ്യൻ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള അനുഗ്രഹങ്ങളാണ് കർത്താവിൽ നിന്ന് വർഷിക്കുന്നതെന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. എന്നാൽ കർത്താവിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും തിരിച്ചറിയുക, ജാഗ്രതയായിരിക്കുക. അതിനുള്ള കൃപാവരങ്ങൾ നിങ്ങളെ സമ്പന്നമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബ്രദർ തോമസ് ജോർജ് പാണാശ്ശേരി.